നമസ്കാരം. വാർത്താവേള തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 95 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, എങ്ങനെയാണ് ആദ്യ മണിക്കൂറിലെ പോളിംഗ്? ഇതുവരെ സാമാന്യം നല്ല രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ടോ? മനു, രണ്ടാം ഘട്ടത്തിൽ 11 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലുമായി 95 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് ആണ് നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കാണാനും സാധിക്കുന്നത്. ഇതിൽ ആസാമിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. രാവിലെ 9 മണിവരെയുള്ള കണക്കനുസരിച്ച് ആസാമിൽ 9.51% പോളിംഗ് ആണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ 7.75% പോളിംഗും ഒഡീഷയിൽ 2.15% പോളിംഗ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ആകെ ജമ്മു കാശ്മീരിൽ മാത്രമാണ് പോളിംഗ് ശതമാനത്തിൽ കുറച്ച് കുറവുള്ളത്. ഇവിടെ രാവിലെ മുതൽ മന്ദഗതിയിലായിരുന്നു പോളിംഗ് എങ്കിൽ ഇപ്പോൾ ഇവിടെ പോളിംഗിന്റെ റേറ്റിംഗ് കുറച്ച് കൂടിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ 2 മണ്ഡലങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് ശ്രീനഗർ, ഉദ്ധംപൂർ എന്നീ 2 മണ്ഡലങ്ങളാണ് ജമ്മു കാശ്മീരിൽ പോളിംഗ് നടക്കുന്നത്. അതേസമയം രാവിലെ മുതൽ സമാധാനപരമായിട്ടാണ് പോളിംഗ് നടന്നതെങ്കിലും ചില അനിഷ്ട സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലാണ്. ഡാർജിലിംഗിൽ അവിടെ പോലീസ് അതുപോലെ തന്നെ വോട്ട് ചെയ്യാനെത്തിയവരും തമ്മിൽ ചെറിയൊരു ഏറ്റുമുട്ടലുണ്ടായി. പോലീസ് ഇപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുന്നു. ഇവിടെ വോട്ടർമാർ പറയുന്നത് തങ്ങൾ വോട്ട് ചെയ്യാൻ വരുന്ന വഴിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ തങ്ങളെ തടഞ്ഞു നിർത്തിയെന്നും അവർക്ക് വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതില്ല, തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞ് ഇവരെ പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലുള്ള ചോപ്ര എന്ന സ്ഥലത്ത് വെച്ച് തടഞ്ഞു നിർത്തിയെന്ന ഇവർ പരാതി ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് അവിടെ ഒരു ഉന്തും തള്ളും ഉണ്ടായതും പോലീസ് ഇടപെടുകയും അവിടെ അവസാനം അതൊരു കണ്ണീർ വാതകം പ്രയോഗിക്കുന്നതിലേക്കും ഒരു ലാത്തി ചാർജിലേക്കും നീങ്ങിയത്. അതേസമയം തന്നെ പല പോളിംഗ് ബൂത്തുകളിലും രാവിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും പശ്ചിമ ബംഗാൾ, ആസാം, UP ഈ 3 സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം രാവിലെ റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത് ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലുമാണ്. തമിഴ്നാട്ടിലെ 38 മണ്ഡലങ്ങളാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 38 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇവിടെ DMKയും AIADMKയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഈ തമിഴ്നാട്ടിൽ നടക്കുന്നത്. അതേസമയം തെക്കൻ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ AIADMKയിൽ നിന്നും പിരിഞ്ഞുപോയി പാർട്ടി രൂപീകരിച്ച TTV ദിനകരന്റെ പാർട്ടിയുമായി AIADMK എന്നൊരു വോട്ട് ചോർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തെക്കൻ തമിഴ്നാട് മണ്ഡലങ്ങളിൽ ഒരു ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നതും. അതേസമയം തമിഴ്നാട്ടിൽ നിന്നും നിരവധി പ്രമുഖർ ഇത്തവണ ജനവിധി തേടുന്നുണ്ട്. അതിൽ കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദയാനിധി മാരൻ, രാജ തുടങ്ങിയവർ മത്സരിക്കുന്നുണ്ട്. BJPക്ക് 2014 തമിഴ്നാട്ടിൽ ആകെ ഒരു സീറ്റ് മാത്രമായിരുന്നു നേടാൻ കഴിഞ്ഞിരുന്നത്. അത് കന്യാകുമാരിയിൽ നിന്നും പൊൻ രാധാകൃഷ്ണൻ നേടിയ ഒരു സീറ്റാണ്. ഇത്തവണയും കേന്ദ്രമന്ത്രിയായിട്ടുള്ള പൊൻ രാധാകൃഷ്ണൻ തന്നെയാണ് കന്യാകുമാരി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുകയും ചെയ്യുന്നത്. അതേസമയം കർണാടകത്തിലേക്ക് വരുമ്പോൾ കർണാടകത്തിൽ 14 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 14 ലോക്സഭാ മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ JDSന് പ്രാതിനിധ്യമുള്ള 14 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ഇവിടെ കുമാരസ്വാമിയുടെ JDSും അതുപോലെ തന്നെ കോൺഗ്രസും സഖ്യത്തിലാണ് BJPക്കെതിരെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് കനത്ത ഒരു വെല്ലുവിളി ഉയർത്താൻ JDS കോൺഗ്രസ് സഖ്യത്തിന് കർണാടകയിൽ കഴിയുമെന്നാണ് കുമാരസ്വാമി അടക്കമുള്ള JDS നേതാക്കളും പങ്കുവെക്കുന്നത്. എന്തുതന്നെയാലും കർണാടകത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ എന്ന് പറയുന്നത് BJPക്ക് വേണ്ടി നളിൻ കുമാർ കട്ടീൽ ദക്ഷിണ കന്നഡയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ DY സദാനന്ദ ഗൌഡ ബംഗളൂരു നോർത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. ദേവഗൌഡ JDSന് വേണ്ടി തുംകൂരിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. ദേവഗൌഡ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ഹസനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥിയാണ്. ഇത്തവണ ദേവഗൌഡ തന്റെ മണ്ഡലമായ ഹസൻ ഉപേക്ഷിച്ചുകൊണ്ടാണ് തുംകൂരിലേക്ക് വന്നത്. അതേസമയം കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് മാണ്ഡ്യ മണ്ഡലമാണ്.
മാണ്ഡ്യ മണ്ഡലത്തിൽ JDSന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന നിഖിൽ കുമാരസ്വാമി കുമാരസ്വാമിയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിഖിൽ കുമാരസ്വാമിയുടെ വിജയം ഉറപ്പിക്കുക എന്നത് JDSന് ഒരു അഭിമാന പോരാട്ടം കൂടിയാവുന്നിടത്താണ് മാണ്ഡ്യ മണ്ഡലം ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നത്. നിഖിൽ കുമാരസ്വാമിയുടെ എതിരാളിയായി മത്സരിക്കുന്നത് സിനിമാ നടിയായിട്ടുള്ള സുമലതയാണ്. സുമലത BJP സ്വതന്ത്രയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. എന്നാൽ സുമലതയ്ക്ക് വളരെയധികം ഒരു ജനപിന്തുണ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മത്സരം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നതും. ഇനി നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ 10 മണ്ഡലങ്ങളും ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മണ്ഡലങ്ങളിലെ 18 മണ്ഡലങ്ങളും മഹാസഖ്യത്തിനുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു ക്ലീൻ സ്വീപ്പ് നേടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും അതുപോലെ തന്നെ മധ്യപ്രദേശ്. ഈ സംസ്ഥാനങ്ങൾ ഇവിടെ BJPക്ക് നല്ല ഒരു വെല്ലുവിളിയാണ് മഹാസഖ്യം ഉയർത്തുന്നത്. ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങൾ, ഈ 8 മണ്ഡലങ്ങൾ കഴിഞ്ഞ 2014 ഇവിടെ BJP ജയിച്ചിരുന്നതാണ്. ഈ 8 മണ്ഡലങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബുലന്ദ്ഷഹർ, അലിഗർ, ഹത്രസ്, മധുര, ആഗ്ര, ഫത്തേപൂർ സിക്രി എന്നീ മണ്ഡലങ്ങളാണ്. ഇവിടേക്ക് ഇത്തവണ വലിയ തരത്തിലുള്ള ഒരു കർഷക പ്രക്ഷോഭങ്ങളുണ്ട്. BJPക്കെതിരെയായിട്ടുള്ള വളരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ബുലന്ദ്ഷഹർ നമുക്കറിയാം, പശുവിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായ, കൊലപാതകങ്ങളുണ്ടായ ഒരു സ്ഥലമാണ് ബുലന്ദ്ഷഹർ. അവിടെയെല്ലാം തന്നെ BJPക്കെതിരെ വലിയൊരു ഭരണവിരുദ്ധ വികാരം തന്നെ നിലനിൽക്കുന്നുണ്ട്. BJPയുടെ നയങ്ങളോടുള്ള എതിർപ്പല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് മുസ്ലിം, ദലിത്, ജാട്ട്, ഗുജ്ജർ വിഭാഗങ്ങളാണ്. ഈ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ജയിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് BSP-SP സഖ്യം പങ്കുവയ്ക്കുന്നത്. ഈ 8 സീറ്റുകളിൽ BSPയും SPയും സഖ്യം ചേർന്നാണ് മത്സരിക്കുന്നത്. മായാവതിയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം തന്നെ വ്യക്തമാക്കിയതും ഒരിക്കലും മുസ്ലിം വോട്ടുകൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു പോകാൻ പാടില്ല, അതെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന ആണ് മായാവതിയും നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. വിഷ്ണു, ഏതായാലും രണ്ടാം ഘട്ട വോട്ടെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉത്തർപ്രദേശിലടക്കമുള്ള സ്ഥലങ്ങളിലും ഏതായാലും വലിയ രീതിയിൽ തന്നെ വലിയ മത്സരങ്ങൾ നടക്കുകയാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയതിനു ശേഷം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോവുകയാണ്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 5 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അവസാനവട്ട വോട്ട് ഉറപ്പിക്കലിലാണ് മുന്നണികൾ. കണക്ക് കൂട്ടിയും കുറച്ചും പരമാവധി സീറ്റ് നേടാൻ പ്രധാന മുന്നണികളായ LDFും UDFും ശക്തമായ രംഗത്തുള്ളപ്പോൾ ഒരു സീറ്റെങ്കിലും പിടിക്കണമെന്ന ആഗ്രഹത്തിലാണ് കേരളത്തിലെ NDA ഘടകം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 5 നാൾ ശേഷിക്കെ ഓരോ മണ്ഡലത്തിലും വിജയം ഉറപ്പിക്കുവാനുള്ള അവസാനഘട്ട പ്രചരണത്തിലാണ് LDFും UDFും. മോദി വിരുദ്ധ തരംഗവും ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാകുമെന്ന വിശ്വാസവും ഒപ്പം സ്ഥാനാർത്ഥികളെ ആദ്യം നിശ്ചയിക്കാനായതും LDFന് അനുകൂല ഘടകങ്ങളാണ്. താഴെത്തട്ടിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികൾ പലതവണ നേരിട്ട് വോട്ടർമാരെ കാണാനായതും വോട്ടായി മാറുമെന്ന വിശ്വാസത്തിലാണ് LDF കേന്ദ്രം. ഒപ്പം സംസ്ഥാന ഭരണ നേട്ടവും LDFന് മുതൽക്കൂട്ടാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നൽകുന്ന ഊർജമാണ് UDFന്റെ കരുത്ത്. എങ്കിലും ഇത് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും എത്തിക്കാൻ ആകുന്നില്ല എന്നതാണ് UDFനെ വലയ്ക്കുന്നത്. ഒപ്പം MK രാഘവന് നേരെ ഉയർന്ന കോഴ ആരോപണവും ദൃശ്യങ്ങളും വടക്കൻ മേഖലയിലെ മണ്ഡലങ്ങളിൽ പ്രചരണ പ്രവർത്തനത്തിന്റെ വേഗത കുറച്ചിട്ടുണ്ട്. ഒപ്പം തെക്കൻ ജില്ലകളിൽ പ്രധാനമായ തിരുവനന്തപുരത്ത് പ്രചരണത്തിന് വേഗം പോരെന്ന പരാതി സ്ഥാനാർത്ഥിയായ ശശി തരൂർ തന്നെ ഉയർത്തിയത് UDFന്റെ പ്രചരണ രംഗത്തിന്റെ പോരായ്മകളാണ് ഉയർത്തിക്കാട്ടുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് ഏത് വിധേനയും വിജയം നേടാൻ BJPയും ഒപ്പം RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളും രംഗത്തുണ്ട്. ഇത്തവണ കേരളത്തിൽ താമര വിരിയിക്കാനായില്ലെങ്കിൽ അതൊരു സ്വപ്നമായി മാത്രം അവശേഷിക്കുമെന്ന തിരിച്ചറിവും BJPക്കുണ്ട്. ജാതി കാർഡ് ഉയർത്തി വോട്ട് തേടാൻ സുവർണാവസരം കാത്തിരിക്കുന്ന BJPക്ക് ശബരിമല വിഷയം ഉയർത്താൻ കഴിയാതെ കടിഞ്ഞാണിട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളാണ് തിരിച്ചടിയായത്. എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ശബരിമല പ്രചരണായുധമാക്കുന്നുണ്ട് BJP. എന്തായാലും പരമാവധി സീറ്റിൽ വിജയമുറപ്പിക്കുക എന്നത് തന്നെയാണ് മുന്നണികളുടെ പരമലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒരുപക്ഷെ എറണാകുളത്ത് നിന്ന് 2 കുരുന്നുകളുടെ വാർത്തയാണ് ഏറ്റവും ആകാംക്ഷയോടെ നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്നത്. മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിച്ച നവജാത ശിശുവിന്റെ ശസ്ത്രക്രിയ
ആരംഭിച്ചു. കുഞ്ഞിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ അറകളിലേക്ക് രക്തമെത്തിക്കുന്ന വെൻട്രിക്കിളിൽ ദ്വാരമുണ്ടെന്നും അയോട്ടിക് വാൽവിന് ജന്മനാ വൈകല്യം ഉള്ളതായും കുറിപ്പിൽ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി അവിടെ നൽകാനുണ്ട്. ഇന്നലെ ദുരൂഹ സാഹചര്യത്തിൽ ഒരു കുഞ്ഞിന് മർദ്ദനമേറ്റ സംഭവമുണ്ടായി. ഇതിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് പോലീസ്. ആയാലും രണ്ട് വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകാനായി നമ്മോടൊപ്പം ചേരുന്നത് ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, ആദ്യമായിട്ട് മംഗലാപുരത്ത് നിന്നും കൊച്ചിയിലെ ആസ്പത്രിയിലേക്ക് ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി എത്തിച്ച കുഞ്ഞിന്റെ കാര്യത്തിലേക്ക് വരാം. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ശസ്ത്രക്രിയ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ആരോഗ്യസ്ഥിതി അതീവ സങ്കീർണമാണ്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടിക്ക് ഉണ്ട് എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിശദാംശങ്ങൾ. എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? രാവിലെ 8:30 തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. ഇന്നലെ ആശുപത്രി വൈകിട്ട് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരുന്നു. ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിരുന്നത് കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ അറകളിലേക്ക് രക്തം എത്തിക്കുന്ന വെൻട്രിക്കിളിൽ ദ്വാരമുണ്ട്, അയോർട്ടിക് വാൽവിന് വൈകല്യമുണ്ട്, ഹൃദയത്തിൽ നിന്നുള്ള പ്രധാന ധമനിക്കും കുഴപ്പങ്ങളുണ്ട്. ഇത് കുഞ്ഞിന്റെ മറ്റ് അവയവങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. കൂടാതെ മുൻപ് 12 ദിവസവും ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തിയത്. ഹൃദയത്തിലുള്ള വൈകല്യങ്ങൾ അല്ലാതെ വേറെയും വൈകല്യങ്ങൾ കുഞ്ഞിനെ പരിശോധന നടത്തിയതിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അപകട സാധ്യത ഉണ്ടെങ്കിലും അടിയന്തര ശസ്ത്രക്രിയ നടത്തും എന്നതാണ് ഡോക്ടർമാർ തീരുമാനിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശസ്ത്രക്രിയ തുടങ്ങിയിരിക്കുന്നത്. രാവിലെ 8:30 തുടങ്ങി, ഇപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഉച്ചയോടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ ആരോഗ്യനില എന്താണ് എന്നത് സംബന്ധിച്ച വിവരം ഉച്ചയോടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മനു. ശരി. ഒപ്പം തന്നെ ഉമേഷ്, ഇന്നലെ ദുരൂഹ സാഹചര്യത്തിൽ മർദ്ദനമേറ്റ കുട്ടിയുടെ കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസ് നിരീക്ഷണത്തിലാണ്. വധശ്രമത്തിനടക്കമുള്ള കാര്യങ്ങളിൽ കേസ് ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? മനു, മറ്റൊരു ദാരുണമായ സംഭവമായിരുന്നു അത്. ആലുവയിലുള്ള ഇതര സംസ്ഥാനക്കാരായ ദമ്പതികളുടെ 3 വയസ്സുള്ള കുഞ്ഞിനാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ പ്രവേശിപ്പിച്ചത്. കുട്ടി വീണ് പരിക്കേറ്റതാണ് എന്നതാണ് ഈ മാതാപിതാക്കൾ ആശുപത്രി അധികൃതരെ അറിയിച്ചത്. എന്നാൽ കുഞ്ഞിനെ പരിശോധിച്ചതിൽ നിന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആശുപത്രി അധികൃതർക്ക് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ വിവരം നൽകുകയും ചെയ്തു. ഏലൂർ പോലീസ് സ്ഥലത്തെത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ മൊഴിയെടുക്കുകയും ചെയ്തു. ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വധശ്രമത്തിൽ തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. കാരണം കേവലം വീണ് പരിക്കേറ്റതല്ല ഈ പരിക്ക് എന്നുള്ളതാണ് പ്രാഥമികമായി കാണാൻ കഴിയുന്നത്. മർദ്ദിച്ച പാടുകളും നിരവധിയായി കുഞ്ഞിന്റെ ശരീരത്തിലുണ്ട്. പൊള്ളലേൽപ്പിച്ച പാടുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതാരാണ് ചെയ്തത് എന്നെ സംബന്ധിച്ച് പോലീസിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഏലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്ന 2 പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുക. ഇവർ കുറ്റക്കാരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം കുഞ്ഞിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു കുഞ്ഞിനെ. അതിനുശേഷം ആശുപത്രി അധികൃതർ പറയുന്നത് ശസ്ത്രക്രിയ പൂർത്തിയാക്കി, പക്ഷേ രക്തസ്രാവം നിയന്ത്രിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു, വെന്റിലേറ്ററിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ ഉന്നത ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടർമാർ യോഗം ചേർന്ന ശേഷം തുടർന്നുള്ള ചികിത്സ എന്തായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുകയും അത് നമ്മളെ അറിയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മനു. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനു വേണ്ടി വഴിയൊരുക്കി കാത്തിരുന്ന് കേരളം. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്കായി പെരിന്തൽമണ്ണയിൽ നിന്നാണ് റോഡ് മാർഗം കുട്ടിയെ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിച്ചത്. 5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് തിരുവനന്തപുരം ശ്രീചിത്രയിൽ എത്തിയത്. ത്തിന്റെ ഇടതുഭാഗത്ത് വളർച്ചക്കുറവുള്ളതിനാലാണ് മലപ്പുറം വേങ്ങൂരിലെ നജാദ് ഇർബാന ദമ്പതികളുടെ 3 ദിവസം പ്രായമായ ആൺകുഞ്ഞിനെ അടിയന്തര ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് എത്തിച്ചത്. പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ശ്രീചിത്ര വരെ 400 കിലോമീറ്റർ ദൂരം 5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് സുരക്ഷിതമായി കുഞ്ഞിനെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചത്.
സംസ്ഥാന സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലൈഫ് എന്ന സംഘടനയാണ് കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. റോട്ടിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിലും പോലീസിന്റെ സഹകരണം, പ്രത്യേകിച്ച് AKDF കൂട്ടായ്മയുടെ സഹകരണം നല്ലപോലെയുള്ള കാരണം നമ്മൾ വണ്ടി മുന്നോട്ട് നീങ്ങി. നമ്മളിപ്പോൾ ഈ കൊച്ചിനെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിക്കുകയായിരുന്നു. യാത്രാമധ്യയിൽ ഉണ്ടായിരുന്ന യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. കയറുമ്പോൾ പേഷ്യൻ്റ് ഇത്തിരി സിക്കാണെങ്കിലും നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ആംബുലൻസ് കടന്നു വന്നിടത്തെല്ലാം കേരള പോലീസും AKDF എന്ന സംഘടനയും വഴിയൊരുക്കി കാത്തിരുന്നു. ആശുപത്രിയിലെത്തിച്ച കുട്ടിക്ക് ഹൃദ്യം പദ്ധതിയിലൂടെ ഇനി ചികിത്സ ലഭിക്കും. ശ്രീചിത്ര ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ബൈജു എസ് ധരന്റെ നേതൃത്വത്തിലാണ് ചികിത്സ. കുട്ടി ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ്. സമാന രീതിയിൽ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്ന് 15 ദിവസം പ്രായമായ കുഞ്ഞിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ജാമ്യ ഹർജി വിധി പറയാൻ മാറ്റി. മിഷേലിന്റെ ഇടക്കാല ജാമ്യാപേക്ഷയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ എതിർത്തു. ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും, ഉന്നതർ ഉൾപ്പെട്ട കേസാണ് ഇതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്തമാക്കി. ദില്ലി റോസ് അവന്യൂ കോടതിയിലാണ് മിഷേൽ ജാമ്യ ഹർജി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചതിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടിയന്തരമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കമ്മീഷൻ ഉത്തരവിട്ടത്. ഒഡീഷയിലെ സോലാംപൂരിലാണ് സംഭവം. നേരത്തെ കർണാടകയിൽ പ്രചരണത്തിന് എത്തിയപ്പോൾ മോദി ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയ പെട്ടികൾ ഏറെ വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഒഡീഷയിലെ സോലാംപൂരിൽ കഴിഞ്ഞ ഹെലികോപ്റ്റർ ഇറങ്ങിയപ്പോഴാണ് സോലാംപൂർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ മുഹമ്മദ് മുഹസിൻ നേതൃത്വത്തിലുള്ള ഫ്ലൈയിംഗ് സ്ക്വാഡ് മോദിയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടക കോടതിയിലുള്ള IAS ഉദ്യോഗസ്ഥനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ തന്നെ മുഹമ്മദ് മുഹസിന്റെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായതായി ഓർഡറിൽ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ഹെലികോപ്റ്ററും സമാന രീതിയിൽ ഇന്നലെ പരിശോധിച്ചിരുന്നു. എന്നാൽ മോദിയുടെ ഹെലികോപ്റ്ററിൽ നടത്തിയ പരിശോധനയാണ് സസ്പെൻഷനിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നേരത്തെ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്ററിൽ നിന്നും വലിയൊരു പെട്ടി സ്വകാര്യ വാഹനത്തിലേക്ക് മാറ്റിയിരുന്നു. ഇതേറെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് മോദിയുടെ ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തിയ കർണാടക കോടതിയിലെ IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ന് ശക്തമായ ഇടിമിന്നലിന് സാധ്യതയെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 8 വരെയാണ് ജാഗ്രതാ നിർദ്ദേശം. ഷീജ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, ഇന്നലെ മുതൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേനൽ മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് വലിയ ഇടിമിന്നൽ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്? തീർച്ചയായും അനു, നമുക്കറിയാം സംസ്ഥാനത്ത് വലിയ തോതിൽ ചൂട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെല്ലൊരാശ്വാസമായി വേനൽ മഴ സംസ്ഥാനത്ത് പരക്കെ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഏതായാലും സംസ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വേനൽ മഴയോടനുബന്ധിച്ച് ഇടിമിന്നൽ കൂടി ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് വരുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 8 മണി വരെയുള്ള സമയത്ത് ശക്തമായ ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇത്തരം ഇടിമിന്നലുകൾ അപകടകാരികൾ ആണ് എന്നുള്ള കാര്യവും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവ മനുഷ്യജീവനും അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധത്തിന് ഉൾപ്പെടെ ഇത് സാരമായി ബാധിക്കാനുള്ള സാധ്യതകൾ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 8 മണി വരെയുള്ള സമയം എല്ലാ വിധത്തിലുള്ള മുൻകരുതലുകളും ജനങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മുന്നറിയിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രത്യേകമായുള്ള ഒരു ജാഗ്രത തന്നെ പുലർത്തണം എന്നാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി പ്രചാരണം ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് പ്രസംഗം വേദികളിൽ ഈ ഒരു ഇടിമിന്നലുള്ള സമയം അത് ഒഴിവാക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും ഈ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇത് മുൻനിർത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ എല്ലാവരും ആ ഒരു മുന്നറിയിപ്പ് പാലിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്ന് വൈകിട്ട് 2 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിന്റെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വേനൽ മഴയുടെ കൂടെ ശക്തമായ മിന്നലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.
ഇപ്പോൾ വയനാട്ടിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സീതാറാം യെച്ചൂരി സംസാരിക്കുകയാണ്. അതിലേക്ക്. Create a better India, nothing more needs to be done, and there is no shortage of resources. So left's presence in parliament means forcing the alternate government to implement such policies that will give quality health, education, employment, and a better way of life for everybody in India, and it is possible. India has the resources if we stop this loot. കഴിഞ്ഞ 5 വർഷത്തെ സ്ഥിതി എന്താണ്? കർഷകർക്ക് 1.5 ഇരട്ടി ഉൽപ്പന്നങ്ങൾക്ക് വില കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകിയാണ് സർക്കാർ അധികാരത്തിലെത്തിയത്. എല്ലാ കടത്തിലൊക്കെ ഉള്ള കർഷകർക്കും ഒരു തവണത്തെ കട എഴുതിത്തള്ളലിന്റെ വാഗ്ദാനവും നൽകിയിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഈ 2 കാര്യങ്ങളും നടപ്പാക്കിയിട്ടില്ല. അതിനുവേണ്ടി പണമില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത്. എന്നാൽ നേരെ മറിച്ച് എന്താണ് നടക്കുന്നത്? കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളലാണ് ഇവിടെ നടക്കുന്നത്. മോദിയുടെ സുഹൃത്തുക്കൾക്ക് ആയുള്ള കോർപ്പറേറ്റുകൾക്ക് കഴിഞ്ഞ 5 വർഷത്തിൽ 5.55 ലക്ഷം കോടി രൂപയുടെയാണ് കടം എഴുതിത്തള്ളിയിരിക്കുന്നത്. അതിന്റെ 4/1 പണമുണ്ടെങ്കിൽ ലക്ഷക്കണക്കിനായി വരുന്ന കർഷകരുടെ കടം എഴുതിത്തള്ളാൻ കഴിയുമായിരുന്നു. ആ കർഷകർ കടക്കള്ളിയിൽ അടപ്പെട്ട് ഇന്ന് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുകയാണ്. 10 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമെന്ന വാഗ്ദാനമാണ് മോദി നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ കഴിഞ്ഞ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് നേരിടുന്നത്. എന്ത് നയങ്ങളാണ് ഇന്ത്യയെ വേണ്ടി പിന്തുടരേണ്ടത്? ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, അവരുടെ ജീവിത നിലവാരം ഉയർത്തൽ, ആ നയങ്ങളാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള സമ്പത്തിന് ഇന്ത്യയിൽ യാതൊരു കുറവുമില്ല. ഈ നയങ്ങൾ നടപ്പാക്കുമെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഇവ ഉറപ്പുവരുത്തുമെന്നുള്ള ഒരു സർക്കാരിനെ ആ നയങ്ങളെ പിന്തുടരുവാൻ നിർബന്ധിതരാക്കുകയാണ് നമുക്കിനി വേണ്ടത്. That's why when Mr. Modi was here 2 days ago, he said he has provided a corruption-free government for the last 5 years. Corruption-free government. There cannot be a bigger joke than this. In the last 5 years, the total amount of people's money looted by taking loans from the banks, and 36 of his friends, 36 of our Prime Minister's friends have left the country and gone away to foreign countries to escape repayment of that money or persecution under law. How much is the outstanding amount today after these loan waivers? More than 11 lakh crores of rupees. 11 lakh crores of rupees have been looted, which is your money, my money in bank accounts in our nationalized banks that have been taken as loans, and these people have gone away. The Rafale deal, the aircraft purchase, Anil Ambani gets the benefit, and that is now every day new evidence is showing that it is a very big corruption scam, and it's also crony capitalism. The privatization of your public sector, 6 airports were privatized just before the elections were announced, including your Kerala's Thiruvananthapuram airport. And who got the contract for all 6? Mr. Adani, another friend of Mr. Modi. All these friends who get these contracts, they siphon the commissions. How? A new method Mr. Modi has created, legalizing political corruption, and that is the electoral bonds. Anybody can buy the bonds, they can give to any political party. Nobody knows who bought the bonds, to which party it has been given. All the money that BJP is spending today, that you see, is all coming from this source, which is the source of mega corruption. Is the Election Commission. Because they asked for the accounts of all political parties, in their accounts the BJP had to admit that 95% of all electoral bonds that were bought from the banks were all deposited with the BJP. So this is the root of that corruption that is happening. So when Mr. Modi says, I given a corruption-free government, there cannot be a greater untruth than that. This government has looted our country's resources, depriving our people a better way of life. 2 ദിവസങ്ങൾക്ക് മുമ്പ് മോദി കേരളത്തിൽ വന്നിരുന്നു. ഇവിടെ വന്ന് അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹം ഒരു അഴിമതി രഹിത സർക്കാരിനെ 5 വർഷം കൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ എന്താണ് വസ്തുത?
കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജനങ്ങളുടെ പണം പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് കൊള്ളയടിച്ച് വിദേശത്തേക്ക് കടന്നിട്ടുള്ള മോദിയുടെ സുഹൃത്തുക്കൾ 36 പേരാണ്. കടം എഴുതിത്തള്ളിയ കടം കൂടാതെ ഈ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് തിരിച്ചടയ്ക്കുവാൻ വേണ്ടി എത്ര രൂപയാണ് ബാക്കിയുള്ളത്? 11 ലക്ഷം കോടി രൂപയാണ് ഈ പറയുന്ന കോർപ്പറേറ്റുകൾ ഈ ബാങ്കുകളിലേക്ക് തിരിച്ചടയ്ക്കേണ്ടത്. ഇത് എന്റെയും നിങ്ങളുടെയും സാധാരണക്കാരായ ഇന്ത്യക്കാരുടെയും പണമാണ്. അതുകൂടാതെ യുദ്ധവിമാനത്തിന്റെ കരാർ, ആ കരാറിൽ അനിൽ അംബാനിക്ക് കൊടുക്കുക വഴിയുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി, പൊതുമേഖലയെ വിറ്റുതുലച്ച അഴിമതി, അതിൽ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം തന്നെ 6 വിമാനത്താവളങ്ങൾ, നമ്മുടെ തിരുവനന്തപുരം അടക്കമുള്ള 6 വിമാനത്താവളങ്ങൾ ആർക്കാണ് കൊടുത്തത്? മോദിയുടെ സുഹൃത്തായ അദാനിക്ക്. ഇതിന്റെ എല്ലാം കമ്മീഷൻ വാങ്ങാൻ വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി തന്നെ മോദി ഉണ്ടാക്കിയിരിക്കുന്നു. അതിനെ നിയമവിധേയമാക്കുകയാണ് ചെയ്തത്. എങ്ങനെ? ഇലക്ടറൽ ബോണ്ടുകൾ വഴി നിയമവിധേയമാക്കി ആർക്കും ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങാം. ആ ബോണ്ടുകൾ ആരാണ് വാങ്ങുന്നതെന്നോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ കൊടുക്കുന്നത് എന്നോ പറയേണ്ടതില്ല, അത് വെളിപ്പെടുത്തേണ്ടതില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിച്ചതിന് ശേഷം പുറത്തു വന്നിരിക്കുന്ന കണക്കെന്താണ്? ഈ കൊടുത്തിരിക്കുന്ന കഴിഞ്ഞ വർഷങ്ങളിൽ വാങ്ങിയിരിക്കുന്ന ഇലക്ടറൽ ബോണ്ടുകളിൽ 95% BJPക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇത് അങ്ങനെ അഴിമതിക്ക് വേണ്ടി തന്നെ ഒരു പുതിയ വഴി തുറക്കുകയാണ് മോദി ചെയ്തിരിക്കുന്നത്. ഇത് അങ്ങനെയുള്ള മോദി കേരളത്തിൽ വന്ന അഴിമതി രഹിതമായ ഒരു സർക്കാരാണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു അസത്യം വേറെയില്ല. ഈ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വലിയ അഴിമതിയാണ് മുമ്പിൽ നിൽക്കുന്നത്. That is why Mr. Modi made another fantastic claim. He promised the people of Kerala that his party and the BJP, when they come back to power in the government, they will uphold the culture and the values of the people of Kerala. Now, what are the culture and values of the people of Kerala? Today, Kerala is the only state in the whole country where with pride, we can say, with pride, we can say that whether you are a Hindu, you are a Muslim, you are a Christian, whether you are a Dalit, you are a Brahmin, or you are Nambudri, or whatever you are, it is the only society in India where human beings are treated as human beings. That is the Kerala's culture, Mr. Modi. It comes from a tradition of philosophy, of thinking. In Kerala, that is why it's the most literate society. And what is the thinking? Swami Vivekananda once described Kerala in the last century as the madhouse of caste. Sri Narayan Guru and many other reformers who fought against any discrimination based on caste or religious affiliation. What did they say? What did Swami Vivekananda say? And what is Kerala practicing today? Like different rivers flow in different directions and finally merge in the same ocean. Different people, different individuals, through their different religious faiths, through their different castes, through their different customs, finally all merge into the ocean of humanity, into the ocean of humanism. If today there is a symbol of communal and social harmony, that is Kerala. That is Kerala's culture, Mr. Modi. And what are you doing in rest of India? Your BJP candidate here in Kerala promises quality beef if he is elected to the people of Kerala. In North India, forget beef. Even if you find meat in a refrigerator in the house, that owner is murdered and Muslims and Dalits are targeted in the name of beef eating or cow protection. You have private armies, Mr. Modi and the RSS have created. Private armies under the patronage of this government, unfortunately, is happening. Private armies for cow protection. Private armies for moral policing, which they tell, in UP it is called the anti-Romeo squad. They tell our children what dress to wear, what food to eat, who should be their friends, whom can they go out with, how they should behave in society. They will prescribe. If you do not follow, then they will attack you.
This is the atmosphere of hate and violence, which is leading to what? The dehumanization of our society. 5-year-old girls, 6-year-old girls, gang raped and brutally murdered. No, not one culprit has been punished today. Is this what our society is being reduced to? This, Mr. Modi, you must understand under your government. You have dehumanized our society. Kerala humanizes the society. So it is the contradiction between you and Kerala. You can never uphold the values and traditions of Kerala, and that is why Kerala people will reject you, stock, lock and barrel. മോദിയുടെ വന്ന് പറഞ്ഞ മറ്റൊരു വിശേഷപ്പെട്ട കാര്യം കേരളത്തിന്റെ സംസ്കാരവും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. എന്താണ് കേരളത്തിന്റെ സവിശേഷത? എന്താണ് കേരളത്തിന്റെ സംസ്കാരവും മൂല്യങ്ങളും? മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കുന്ന ഇന്ത്യയിലെ ഇന്ന് അവശേഷിക്കുന്ന ഒരേ സ്ഥലമാണ് കേരളം. കേരളത്തിന്റെ ഇതിന് പിന്നിലുള്ള ചരിത്രമുണ്ട്. ഒരു കാലത്ത് വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചിരുന്ന കേരളം, ശ്രീനാരായണ ഗുരു എല്ലാ ജാതിമത വിവേചനങ്ങൾക്കും എതിരായി പോരാടിയിരുന്ന സ്ഥലം, ഇവിടെ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ, ബ്രാഹ്മണനെന്നോ ദളിതനെന്നോ ജാതി വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണുന്ന ഇന്ത്യയിലെ ഏക സ്ഥലമാണിന്ന് കേരളം. വിവിധ നദികൾ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത് പോലെ വിവിധ ജനതകൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ, ജാതികൾ മാനവികത എന്ന സംസ്കാരത്തിലേക്ക്, മാനവികത എന്ന സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഇന്ത്യയുടെ മഹത്തായ ഇടമാണ് കേരളം. എന്നാൽ ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിൽ എന്താണ് സ്ഥിതി? മോദി കേരളത്തിൽ വന്ന് വാഗ്ദാനം ചെയ്യുന്നു, മോദിയുടെ പാർട്ടി ക്വാളിറ്റിയുള്ള ബീഫ് നൽകാമെന്ന്, മാട്ടിറച്ചി നൽകാമെന്ന്. മാട്ടിറച്ചി പോകട്ടെ, എന്തെങ്കിലും മാംസാഹാരം ഭക്ഷിക്കാൻ വേണ്ടി കഴിയുമോ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും? മുസ്ലിങ്ങളെയും ദളിതരെയും മാംസം കഴിച്ചു എന്നുള്ള പേരിൽ തല്ലിക്കൊല്ലുന്നു. അതിനുവേണ്ടി സ്വകാര്യ സൈന്യങ്ങളെ തന്നെയാണ് ഈ ശക്തികൾ കൈവശം വച്ചിരിക്കുന്നത്. പശു സംരക്ഷണത്തിന്റെ പേരിലുള്ള സൈന്യങ്ങൾ, സദാചാര പോലീസിന്റെ പേരിലുള്ള സൈന്യങ്ങൾ, യുപിയിൽ റോമിയോ സ്ക്വാഡുകൾ എന്ന പേരിലുള്ള സദാചാര പോലീസിംഗ് നടക്കുകയാണ്. അവർ തീരുമാനിക്കും, അവർ നമ്മുടെ ചെറുപ്പക്കാരോട് പറയും എന്ത് വേഷം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, ആരായിരിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾ, എങ്ങനെ നിങ്ങൾ സമൂഹത്തിൽ ഇടപെടണമെന്ന്. അങ്ങനെ ഈ സമൂഹത്തെ ഒന്നാകെ അപമാനവീകരിക്കുക എന്ന പ്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 5-6 വയസ്സുള്ള ചെറിയ പെൺകുട്ടികൾ ബലാത്കാരം ചെയ്തു കൊല്ലപ്പെടുന്നു. ഒരു അപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നില്ല. ഇതാണ് ഇന്ന് നടക്കുന്നത് വടക്കേ ഇന്ത്യയിലൊട്ടാകെ. ഇങ്ങനെ ഇതിനെതിരെ കേരളം സമൂഹത്തെ മാനവീകരിക്കുമ്പോൾ അതിനെതിരെ ഈ സമൂഹത്തെ അപമാനവീകരിക്കുന്ന പരിപാടിയാണ് മോദിയും അദ്ദേഹത്തിന്റെ ശക്തികളും ചെയ്യുന്നത്. അങ്ങനെ ഒരു കാരണവശാലും മോദിയും കേരളത്തിന്റെ സംസ്കാരവും തമ്മിൽ ചേരാൻ പോകുന്നില്ല. തന്നെയല്ല, ഇങ്ങയുടെ അപമാനവീകരണത്തിന്റെ സംസ്കാരത്തെ കേരളത്തിലെ ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. That is why today, when we decide that we have to get rid of this government for the sake of saving India, we have seen how they have assaulted all the constitutional institutions beginning from the parliament itself. Mr. Virendra Kumar can tell you how many days has the Rajya Sabha met in the last 5 years. The least number of days in India since independence. The Supreme Court, the senior judges come out and complained about interference by the government. The CBI, it has become the political tool of the Modi government. The RBI, that is being challenged and attacked so that Modi government wants to get its surplus funds. The CVC, the CAG, and now the Election Commission. It has never happened in the history of India that the Supreme Court and the Chief Justice of India threatens the Election Commission. You are not using your powers, and he threatens by saying what? I will summon the Chief Election Commissioner before the Supreme Court. It is after that the Election Commission took some action against the UP Chief Minister and 3 other people. So it is the devaluation and undermining of parliamentary institutions, constitutional authorities is why. Because the weaker they become, easier to convert India into the Hindu Rashtra, the fascistic concept of a Hindu Rashtra of the RSS.
That is what they are doing, and that has to be stopped. That is why they have to be defeated and an alternate secular government has to be put in place. ഇന്ത്യയെ രക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷങ്ങളായി പാർലമെന്റിനെ തന്നെ നോക്കുകൂട്ടിയാക്കി മാറ്റി ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി പൊളിച്ച് കളയുന്ന ഒരു നയങ്ങളാണ് അദ്ദേഹം നടപ്പാക്കിയിരിക്കുന്നത്. ശ്രീ വീരേന്ദ്രകുമാറിനോട് ചോദിച്ചാൽ അറിയാം എത്ര ദിവസമാണ് രാജ്യസഭ ചേർന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് ദിവസങ്ങളാണ് പാർലമെന്റും രാജ്യസഭയും ചേർന്നിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ സീനിയർമാരായ ജഡ്ജിമാർ പത്രസമ്മേളനം നടത്തി പറയുന്നു സർക്കാരിന്റെ ഇടപെടലിനെ കുറിച്ച്. CBIയെ രാഷ്ട്രീയോപകരണമായി മാറ്റിയിരിക്കുന്നു. മോദി സർക്കാരിന് വേണ്ടി പണം കൊടുക്കുവാൻ വേണ്ടി ആ റിസർവ് ബാങ്കിനെ ഒരു ഉപകരണമാക്കി മാറ്റിയിരിക്കുന്നു. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, CAG, അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് ശാസിച്ചിരിക്കുകയാണ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ. അവരെ വിളിച്ചു വരുത്തി മറുപടി ചോദിക്കുമെന്ന്. അതിനുശേഷം മാത്രമാണ് ഏതാനും ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായത്. അങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ട് ഹിന്ദു രാഷ്ട്രമെന്ന RSSന്റെ ഫാസിസ്റ്റ് സങ്കല്പങ്ങൾ നടപ്പിൽ വരുത്തുന്ന ഒരു നയമാണ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ തന്നെ ഇല്ലാതാക്കുകയാണ്. The land reforms, the education policy reforms, the entire reforming of the society in the traditions of the communist movement, right from the temple entry satyagrahas and the movement to the question of struggles on the land for the agricultural laborers. And it was through these struggles that a new vision had come into practice, and that is development means people-centered development, not business-centered development. And that was the vision that created this Kerala. Once backward society, like Vivekananda said, today the human development indicators in Kerala are one of the highest in the world, sometimes surpassing that of the European countries. How was this possible? This was possible because of the vision provided by the communists. This was possible because every Keralite, every Malayali contributed. But the vision on the basis of which this model could be created was a vision which was singularly the contribution of the communists in Kerala. And today, if that is the role model for the rest of the country, then what should be the task? Strengthen this role model. Instead of that, the communists who initiated this role model, they are the ones coming here to defeat. What is the message that is being sent? That they have to answer. അദ്ദേഹം വളരെ ശരിയായ ഒരു കാര്യം പറഞ്ഞു. ഇന്ന് കേരള ഇന്ത്യക്കാകെ മാതൃകയാണെന്ന്. അത് വളരെ ശരിയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് കേരള ഇന്ത്യക്കാകെ മാതൃകയാക്കിയത്? 1957 കേരളം രൂപീകരിച്ച ശേഷം ആദ്യമായി അധികാരത്തിൽ വന്നത്, കേരളത്തിലെ ജനങ്ങൾ ആദ്യമായി തെരഞ്ഞെടുത്തത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയാണ്. ആ സർക്കാർ പാകിയ അടിത്തറ, ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, സാമൂഹ്യ പരിഷ്കരണം, അങ്ങനെ ഒന്നൊന്നായി അതിൻ്റെ അടിത്തറയിലാണ് ഈ കേരളം കെട്ടിപ്പൊക്കിയത്. കർഷക തൊഴിലാളികൾക്ക് ഭൂമിക്കുള്ള അവകാശം, അങ്ങനെ നടപ്പാക്കിയിട്ടുള്ള ഒന്നൊന്നായിട്ടുള്ള മാനവികതയിൽ ഊന്നിയിട്ടുള്ള നയങ്ങൾ, അത് ഇന്ന് കേരളത്തിന്റെ മാനവ വികസന വിഭവശേഷി യൂറോപ്പിനേക്കാളും മുന്നിൽ യൂറോപ്പിനോട് കിടപിടിക്കുന്നതായി വളർന്നിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അടിത്തറ പാകിയ ആ കാഴ്ചപ്പാടിൽ നിന്ന് വികസിച്ചു വന്നത് മാത്രമാണ്. ആ ബദലിനെയാണ് ശക്തിപ്പെടുത്തേണ്ടത്. അതിനെ ഇന്നത്തെ കടമ ആ ബദലിനെ, ഇന്ത്യക്കാകെയുള്ള ആ മാതൃകയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ അവരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ഇവിടെ മത്സരിക്കുന്നത് ആരെ ശക്തിപ്പെടുത്താനാണ് എന്നാണ് കോൺഗ്രസ് മറുപടി പറയേണ്ടത്. That is why today the Kerala model, it is internationally very famous now. The Kerala model of development. What is that model? It's people centric. What is the model that others offer? That is business centric. So that is the clash of the models. What is the singular problem of Wayanad? Such a beautiful district with such beautiful natural resources, and you have
very rich land resources. But why is it that the peasantry in Wayanad are one of the most exploited ones? Because the policies, which is the central policies, the policies that have to be peasant-centric, that is not actually happening. What is required? It is not as though the peasantry requires some charity. It is not that the youth requires some charity instead of jobs. What the peasantry or the youth are demanding are their rights. It is their right today that what they produce on the land, for that protection must be given of adequate remuneration. That is why it is not an announcement of a minimum income scheme of some 6,000 rupees per annum or something, or what Modi has said of a similar scheme. ഇനി എന്തായാലും മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നോക്കാം. പ്രധാനമന്ത്രി തന്നെ ശബരിമലയെക്കുറിച്ച് കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം മോദി മറക്കരുതെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. ജനവിരുദ്ധ നയങ്ങൾ കാരണം ദുരിതത്തിലാവാത്ത ഒരു ജനതയും ഈ രാജ്യത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ഇനിയും അധികാരത്തിലേറണമെന്ന് രാജ്യത്ത് ആരും ആഗ്രഹിക്കുകയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ കടലുണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഏകമത നടപടികളുടെ തുടർച്ചയായാണ് BJP പൗരത്വ ബിൽ കൊണ്ടുവന്നത്. മനുഷ്യരെ മനുഷ്യനായി കാണുകയല്ല, മതത്തിന്റെ പേരിൽ മനുഷ്യനെ കാണുകയാണ് അവർ ചെയ്യുന്നതെന്നും എല്ലാവരും ഇതിനെ ശക്തമായി എതിർത്തപ്പോൾ കോൺഗ്രസിന്റെ ശബ്ദം ആരും കേട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടതുപക്ഷത്തെ തകർക്കുക എന്ന സന്ദേശമാണ് രാജ്യത്തിന് രാഹുൽ ഗാന്ധി നൽകുന്നതെന്നും ഇടതുപക്ഷത്തിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നും വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇടതുപക്ഷം എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി തന്നെ ശബരിമലയെക്കുറിച്ച് കള്ളം പ്രചരിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത്. മോദി ഇപ്പോൾ RSS പ്രചാരകനല്ല എന്ന് മോദി ഓർക്കണം. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. നിങ്ങൾ സംസാരിക്കേണ്ടത് ആ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തം വെച്ചുകൊണ്ടാണ്. നിങ്ങളുടെ നാടും രാജ്യവും ലോകവും കേൾക്കുന്നത് പ്രധാനമന്ത്രി എന്ന നിലക്കുള്ള വാക്കുകളിലൂടെയാണ്. അവിടെ നിങ്ങൾ RSS പ്രചാരകന്റെ ഭാഷയല്ല ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. കോഴിക്കോട്ടെ BJP സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുത്തത് സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപാണ്. ഇത് മോദിക്കും അമിത്ഷായ്ക്കും അറിയാത്തതല്ല, കള്ളം പ്രചരിപ്പിക്കുകയാണ്. അരുമശിഷ്യൻ എന്തിനാണ് പമ്പ വരെ പോയതെന്നും പിണറായി ചോദിച്ചു. എന്താ നടന്നത് എന്ന് മോദിക്കും അമിത്ഷാക്കും അറിയില്ലേ? നിങ്ങളെ പറയുന്ന പരിശുദ്ധനായ അനുയായി ശബരിമല അയ്യപ്പനെ മാത്രം വിളിച്ച് നടന്നയാള് എന്തിനാണ് പമ്പ വരെ പോയത്? ഇവിടെ അമിത്ഷാ ആലോചിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനോട് ആ ഘട്ടത്തിൽ പറഞ്ഞു, സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശക്തമായ നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം, നിരോധനാജ്ഞ പ്രഖ്യാപിക്കണം, ആവശ്യമാണെങ്കിൽ കേന്ദ്ര സേനയെ ഞങ്ങൾ അയച്ചു തരാം. അവസാനത്തതിന് മാത്രം സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറഞ്ഞു, ഇപ്പൊ കേന്ദ്രസേന വേണ്ട, ഞങ്ങളുടെ സേനയുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. അയ്യപ്പന്റെയും ശബരിമലയുടെയും പേര് പറഞ്ഞ് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാമെന്ന് മോദിയും അമിത്ഷായും മോഹിക്കണ്ടെന്നും അക്രമം കാണിക്കാൻ ആര് പുറപ്പെട്ടാലും അഴിയെണ്ണേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇത് നാട് വേറെയാണ്. ഇവിടെ അക്രമം കാണിക്കാൻ പുറപ്പെട്ടാൽ അഴിയെണ്ണും. അതേസമയം ഇടതുപക്ഷത്തെ കേരള ജനതയ്ക്ക് അറിയാമെന്നും അവരുടെ കൈകളിലേക്കാണ് ഞങ്ങൾ ഇടതുപക്ഷത്തെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചുങ്കത്ത് ജ്വല്ലറിയുടെ തൃശൂർ പാലസ് റോഡ് ഷോറൂം പ്രശസ്ത സിനിമാ താരം ദുൽഖർ സൽമാൻ തൃശൂരിലെ ജനങ്ങൾക്ക് സമർപ്പിച്ചു. തൃശൂർ പാലസ് റോഡിൽ തടിച്ചുകൂടിയ വൻ ജനസാഗരത്തെ സാക്ഷി നിർത്തി ചുങ്കത്ത് പാലസിന്റെ സിഗ്നേച്ചർ പ്രീമിയം ലോഗോയും ദുൽഖർ പ്രകാശനം ചെയ്തു. ഷോറൂമിന്റെ ഉദ്ഘാടനം ചുങ്കത്ത് ഗ്രൂപ്പ് ചെയർമാൻ CP പോൾ നിർവഹിച്ചു. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു. ചുങ്കത്ത് ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത്ത് പോൾ ചുങ്കത്ത്, ചുങ്കത്ത് ജ്വല്ലറി സദേൺ റീജിയണൽ മാനേജിംഗ് ഡയറക്ടർ രാജീവ് പോൾ ചുങ്കത്ത് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. കൈക്കൂലി കേസിലെ അറസ്റ്റ് ഭയന്ന് മുൻ പെറു പ്രസിഡന്റ് സ്വയം വെടിവെച്ച് മരിച്ചു. അലൻ ഗാർഷിയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്തത്. ഇന്ത്യക്ക് പിന്നാലെ ഇംഗ്ലണ്ടിലും പോൺ വെബ്സൈറ്റുകൾക്ക് വിലക്ക്. എന്നാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ നീലചിത്രം ഉള്ളടക്കമുള്ള വെബ്സൈറ്റുകൾക്ക് ധാരാളമായി അടിമപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം.
നീലച്ചിത്രങ്ങൾ കണ്ടേ മതിയാവൂ എന്നാണെങ്കിൽ തന്റെ പേരും വിലാസവും ജന്മദിനവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. കത്തി നശിച്ച നോത്രദാം കത്തീഡ്രൽ എത്രയും പെട്ടെന്ന് പുതുക്കി പണിയുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. 8 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള നോത്രദാം പള്ളിയുടെ പ്രധാന ഗോപുരവും മേൽക്കൂരയും ഉൾപ്പെടെ തിങ്കളാഴ്ചയുണ്ടായ തീപിടുത്തത്തിലാണ് കത്തി നശിച്ചത്. പള്ളിയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. അടുത്ത വാർത്ത അല്പസമയത്തിനകം. നമസ്കാരം.